ഒരു സ്റ്റുഡൻറ്റ് വന്നിരുന്നു. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം കോഴ്സ് കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഡോക്ടറെ എനിക്ക് കൈ രണ്ടും കൈവെള്ളി അതുപോലെ മുഖവും ഓവറായിട്ട് വേർപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ട് മുതലേ ഈ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തും സമാന അനുഭവമുള്ള 1-2 കുട്ടികളുടെ എക്സാമിനേഷൻ ആൾ കാണാറുണ്ട്. കാരണം അവർ ഈ പറഞ്ഞ ടവലും കൊണ്ടാണ് പോകാറുള്ളത്. കാരണം നന്നായിട്ട് കഴിഞ്ഞാലും ഇവിടെ ആൻസർ ഷീറ്റ് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നനയും. അപ്പോൾ ഡോക്ടർ ഇതുവരെ എനിക്ക് ഈ പ്രശ്നം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നില്ല. മറിച്ച് ഞാൻ ഇനിയിപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് അക്കൗണ്ടൻ്റ് ആണ്, ഇത് കഴിഞ്ഞ് ഞാനൊരു ജോലിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ആൾക്കാരെ ഫേസ് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ തന്നെ പേടിയാണ് ഡോക്ടർ എന്നാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ചോദിച്ചു. അപ്പോൾ ഇതിന് വല്ല ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണോ? ഞാൻ അന്വേഷിച്ച സമയത്ത് പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ചികിത്സ അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് അവരുടെ റിലേറ്റീവ്സ് പേഷ്യൻസ് ആണ്, അതുകൊണ്ടാണ് അവർ കെയർ ഓഫിലാണ് അത് അന്വേഷിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് കുട്ടിയോട് പറഞ്ഞു, ഇതിൻ്റെ കാരണം ശരീരത്തിലുണ്ടാവുന്ന ലിവറിനുണ്ടാവുന്ന വീക്ക്നെസ്സാണ്. ബോഡി കൂടുതലായിട്ട് ചൂടാവും എന്നുള്ളത് ലിവറിന് ചെറുതായിട്ട് വീക്ക്നെസ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റണം. ആ വാക്ക് കേട്ടപ്പോൾ തന്നെ എന്ത് ചെയ്യും, കുട്ടി വളരെ ഹാപ്പിയായി. ഡോക്ടർ ഇത് പൂർണ്ണമായിട്ട് മാറുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അവൻ്റെ ഹിസ്റ്ററി എടുത്തപ്പോൾ കുറച്ച് പഴക്കമുണ്ട്, കുറച്ച് കാലം മെഡിസിൻ കഴിക്കേണ്ടി വരുന്നതാണ്. ഒരു 6 to 7 months എന്തായാലും കഴിക്കേണ്ടി വരുന്നതാണ്. അത് കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ എത്ര കാലം കഴിക്കാനും റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലിവറിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഡോക്ടർ സെയ്ദ് മോഹ്സിൻ. ഇനി എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. പ്രധാനമായിട്ടും ലിവറിൻ്റെ വീക്ക്നെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ചെറുതായിട്ടുണ്ടെന്ന കഫത്തിൻ്റെ ബുദ്ധിമുട്ടും ഇതിലേക്ക് നയിക്കാറുണ്ട്. ബോഡിയുടെ ചൂട് വളരെ അമിതമായിട്ട് കൂടുതലായിരിക്കും. തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും, പേഷ്യൻസിന് പനിയുള്ളതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഇൻഡൈജഷൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും, ദഹനത്തിന് നല്ല പ്രയാസമായിരിക്കും, അധിക സമയങ്ങളും വയറുവേദന അതോട് അസോസിയേറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അതോടൊപ്പം തന്നെ കൈകളിലെ 2 എക്സ്ട്രീമിറ്റിയിലും കാണുന്ന കൈകാലുകൾ കാണുന്ന അമിതമായിട്ടുണ്ടാകുന്ന സെറ്റിങ്ങും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇനി ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ്. കൃത്യമായ രൂപത്തിലുള്ള വാട്ടർ ഇൻടേക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസും വളരെ അത്യാവശ്യമാണ്. കാരണം 6 എസെൻഷ്യൽ തിങ്സ്, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായകരമാവുന്ന 6 പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്നാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമ്മൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവിധ അസുഖങ്ങളുടെ അവസാനം നമ്മൾ കൊണ്ട് ചേർക്കുന്നത് എന്താണ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ LSD എന്നുകൊണ്ടാണ് കൊണ്ട് ചേർക്കുക. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്താണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ കുറവാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന അസുഖമാണ്. ഇവർ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം ഒരു വിത്തിൻ 3 months കൊണ്ട് തന്നെ ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസത്തിന് 50% മാറ്റം വന്നു. പിന്നീട് ചില ചേഞ്ചസ് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ മെഡിസിൻ, ഇനി അതിന് ശേഷം മെഡിസിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ തരത്തിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വന്നിട്ട് തന്നെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അത് പറഞ്ഞതുപോലെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള ലിവറിൻ്റെ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ട് നിർദ്ദേശിച്ചിരുന്നത് അനാറായിരുന്നു. അനാറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്നാണ്, അനാറിന് പ്യൂർ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നേരിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അത് ലിവറിൻ്റെ സെൽസിൻ്റെ റീജനറേറ്റ് ചെയ്യും. അതുപോലെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഡാമേജ് ആയിട്ടുള്ള ലിവർ സെല്ലിനെ അത് റെജുവിനേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. അതോടൊപ്പം തന്നെ ബോഡിയുടെ ചൂടും പെട്ടെന്ന് തന്നെ കുറക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ആപ്പിൾ കഴിക്കുന്നതോടുകൂടി തന്നെ അതും നേരത്തെ പറഞ്ഞതുപോലെ ലിവറിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഇത് രണ്ടുമാണ് കൃത്യമായ ഇൻ്റർവെല്ലിൽ കഴിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഭക്ഷണ രീതിയിൽ കുറച്ച് ക്രമീകരണം, കാരണം ശരീരം ചൂടാവുന്നതിന് സഹായകരമാകുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടിന് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് സ്പൈസി ഫുഡ്, അത് കുറച്ച് കാലത്തേക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യ ഇടവേളയുള്ള ഉറക്കം, വളരെ വൈകിക്കൊണ്ടിട്ടുള്ള ഉറക്കവും വളരെ വൈകിട്ടുള്ള എഴുന്നേൽക്കലും ഇതിന് വളരെയധികം കൂടുതൽ കോംപ്ലിക്കേറ്റഡിലേക്ക് ഇത് പോകാറുണ്ട്. കാരണം എന്താണ്, അതോടുകൂടി കഫിൻ്റെ പ്രൊഡക്ഷൻ വരും, ലിവറിന് ചെറിയ രാപ്പനി പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ലിവറിന് അത് കൂടുതൽ കോംപ്ലിക്കേഷനിൽ പോകാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൃത്യസമയത്ത് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണത്. കൃത്യസമയത്തല്ലാതുള്ള ഫുഡ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം അതുപോലെ തന്നെ തുടർച്ചയായിക്കൊണ്ട് വിശക്കുന്ന സമയത്ത് ചെറിയ ഷോർട്ട് ടൈം ഇൻ്റർവെല്ലിൽ കഴിച്ചുകൊണ്ടിരിക്കുക, ഇത് രണ്ടും ഇത് ലിവറിന് ഓവർ സ്ട്രെയിൻ കൊടുക്കുന്ന പരിപാടിയാണ്.
ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ജങ്ക് ഫുഡ് ഐറ്റംസ് അത് ഒക്കേഷണലി കഴിക്കണതിന് കുഴപ്പമില്ല. ഇന്നത്തെ ആൾക്കാർ ലൈഫ് സ്റ്റൈലായിട്ട് തുടർച്ചയായി വരും. ഇപ്പോൾ മോർണിംഗ് അല്ലെ ബ്രേക്ക്ഫാസ്റ്റിന് പോലെ തന്നെ അല്ലെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ബർഗർ അതുപോലെ കഴിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത് ഓവർ റിച്ച് കലോറിയാണ്. അതുപോലെ തന്നെ ഇത് ലിവറിന് ഓവർ ബർഡനാണ്. അതോടൊപ്പം ബോഡിയുടെ ഹീറ്റ് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന മോർണിംഗ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് കുട്ടികളിൽ ഈ പറഞ്ഞ ചൂട് വരാനുള്ള കാരണം. സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പൊക്കമാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. അത് എല്ലാ ഫീമെയിൽസിനും ശ്രദ്ധിക്കണം എന്നില്ല. പക്ഷേ ഈ പറഞ്ഞ നേരത്തെ ലക്ഷണങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കാരണങ്ങൾക്ക് ശേഷം വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ലക്ഷണങ്ങൾ ഒരുവിധം തന്നെ, കാരണം ബോഡിയുടെ അമിതമായിട്ടുള്ള ചൂട് ആ വൈറ്റ് ഡിസ്ചാർജിൻ്റെയും കൂടി ലക്ഷണമാണ്. അതോടൊപ്പം സ്വെറ്റിങ്ങിന് വേർപ്പിനുണ്ടാവുന്ന സ്മെല്ല് അതും വൈറ്റ് ഡിസ്ചാർജിൽ കണ്ടുവരാറുണ്ട്. ഈ രൂപത്തിൽ സ്ത്രീകൾക്ക് ഇതുണ്ടാകുന്നത് ലിവറിൻ്റെ ചൂട് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി മെയിലിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പൈൽസിൻ്റെ ബുദ്ധിമുട്ട്. പൈൽസ് ഉള്ള പേഷ്യൻസ് നമ്മൾ പരിശോധിക്കണം എന്താണ്, അവർക്ക് ഇൻഡൈജഷൻ ഉണ്ടാവും, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ അവരുടെ സ്ഥിരം കംപ്ലൈൻ്റ് ആയിരിക്കും. അവരിലാണ് ഈ പറഞ്ഞ ലിവറിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം ഇതും അതിൽ പ്രധാനപ്പെട്ട കാരണം. അപ്പം നമ്മുടെ ഭക്ഷണ രീതി കൃത്യമായ ക്രമീകരണം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ലിവറിനുണ്ടാവുന്ന ചൂടും അതോടൊപ്പം തന്നെ ശരീരത്തിനുണ്ടാകുന്ന പ്രയാസങ്ങളും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് മേൽപ്പറഞ്ഞ കാരണങ്ങളിലൂടെ ഈ പ്രയാസം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നേരത്തെ പറഞ്ഞതുപോലെ ഈ കൈകളിലും അതുപോലെ കാലുകളിലും എക്സ്ട്രീമിറ്റിയിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള വേർപ്പാണ്. അതോടൊപ്പം തന്നെ വേർപ്പിനുണ്ടാവുന്ന രൂക്ഷഗന്ധം. നമ്മൾ ചില ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നോർമൽ വേർപ്പിനുണ്ടാവുന്ന സ്മെല്ലല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കാരണം, ലക്ഷണം പോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മെല്ല് വരാനുള്ള കാരണം വാട്ടർ ഇൻടേക്കിൻ്റെ കുറവാണ്. കൃത്യമായിട്ട് 20 കിലോ 25 കിലോ ഉള്ള ഒരു വ്യക്തി നിർബന്ധമായിട്ടും 1 ലിറ്റർ കുടിക്കേണ്ടതാണ്. ബോഡി വെയിറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അത് കുടിക്കാത്തൊരവസ്ഥ നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. എപ്പോഴും പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, നമ്മൾ പേഴ്സണൽ വാട്ടർ ബോട്ടിൽ നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ടതാണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എത്ര വെള്ളം ഒരു ദിവസം കുടിച്ചു എന്നുള്ളത്. നമ്മുടെ ബോഡി വെയിറ്റ് നോക്കാം. ഒരു 70 ഉള്ള ആളാണ് നിർബന്ധമായിട്ടും 3 ലിറ്റേഴ്സ് വെള്ളം നിർബന്ധമായിട്ട് കുടിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് പതിയാണ് ശരീരത്തിൻ്റെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ആരോഗ്യത്തെ അത് ബാധിക്കുക. പിന്നീട് ഉണ്ടാകുന്നതാണ് വളരെ വൈകിട്ടുള്ള ഉറക്കവും നേരത്തെ വളരെ വൈകിയുള്ള എഴുന്നേൽക്കലും. ഇത് ലിവറിന് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ്. വളരെ വൈകിട്ടുള്ള ജങ്ക് ഫുഡ് കഴിക്കുക, അല്ലെ ഹൈ കലോറി ഫുഡ് വളരെ വൈകിക്കൊണ്ട് കഴിക്കുന്ന ഒരവസ്ഥ. ഇന്ന് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ കാണുന്നതാണ് 20-25 വയസ്സ് മുതൽ നമുക്ക് അറ്റാക്കും കാര്യങ്ങളും കൂടുകയാണ്. കാരണം എന്താ, ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറുകയാണ്. വൈകിട്ട് ഹൈ കലോറി ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത്. ഞാനടക്കം പല ഫംഗ്ഷനിലും പോകുമ്പോൾ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റാറ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, ഫുഡിൻ്റെ പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്യുക. ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് അതിന് ശേഷം വളരെ ഈസി ആയിട്ട് മോഷന് സഹായിക്കുന്ന ലാക്സേറ്റീവ് ആയിട്ടുള്ള ഫുഡായിട്ട്, ഉദാഹരണത്തിന് പപ്പായ വളരെ നല്ലതാണ്. അതുപോലെ കക്കരി അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, മോഷൻ വളരെയധികം സഹായിക്കും. അപ്പോൾ അത് ഇതിൻ്റെ നമ്മുടെ കലോറിക് ബാലൻസ് ചെയ്യും. ഇതോടൊപ്പം തന്നെ നമ്മൾ എളുപ്പത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഈ കാര്യങ്ങളോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പം വാട്ടർമെലൺ നമ്മുടെ ബോഡിയെ തണുപ്പിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പമുള്ള കാര്യമാണ്. ഈ രൂപത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓവറായിട്ടുള്ള ബോഡിയുടെ ഹീറ്റ് നമ്മൾ കെയർ ചെയ്യാതെ പോകണമെങ്കിൽ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനിൽ ഒന്നാണ് എന്ത്, ഇൻഡൈജഷനും അതോടൊപ്പം ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലും ബാഡ് ബ്രീത്ത്. അത് കോമൺ ആയിട്ട് വരുന്നതിൻ്റെ കാരണം ലിവറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ്റെ വീക്ക്നെസ് കൊണ്ടാണ്. പിന്നീട് വരുന്ന സ്ത്രീകളിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് ഡിസ്ചാർജ്, അത് അവരുടെ എല്ലാ ആക്ടിവിറ്റീസെയും ഗുരുതരമായിട്ട് അത് ബാധിക്കും. കുട്ടികളാണെങ്കിൽ അവരുടെ ഗ്രോത്തിന്, നമ്മൾ അറിയാത്ത ഗുരുതരമായ ഒരുപാട് കാരണത്തിന് കാരണമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ലിവറിനെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. പ്രധാനമായിട്ട് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അനാർ നമ്മൾ സ്ഥിരമായിട്ട് മക്കൾക്കോ അല്ലെങ്കിൽ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്ക് കഴിക്കുകയാണെങ്കിൽ അത് ലിവറിൻ്റെ സെല്ലിന് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, ലിവറിൻ്റെ സെല്ലിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് എന്ത്, ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടറെ അടുത്ത് പോവാതെ ഡോക്ടറിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുപോലെ കൃത്യമായിട്ട് ആപ്പിൾ കഴിക്കുന്നത് ശരീരത്തിൻ്റെ ലിവർ സെല്ലും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ
അത് റെജുവിനേഷനെ സഹായിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് ബോഡി ഡീറ്റ് സഹായിക്കുന്നതാണ് വാട്ടർമെലൺ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഭക്ഷണ ക്രമീകരണത്തോട് തന്നെ നമുക്ക് ലിവറിൻ്റെ ഹെൽത്ത് വളരെയധികം പൂർവ്വതം ശക്തിയോടെ കൊണ്ടുവരുന്നതാണ്. ഇനി കുറച്ച് കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേഷനായിട്ടുള്ള ആൾക്കാർക്ക് ഹോം റെമഡി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ബോഡിയുടെ ചൂട് കുറക്കാൻ സഹായിക്കുന്നത് തൈര് വെള്ളം ചേർക്കാതെ മധുരം ചേർക്കാതെ കഴിക്കുക. ഭക്ഷണം കുറച്ച് ഒരു 2-3 വീക്സ് തുടർച്ചയായിക്കൊണ്ട് കറികൾ ഒഴിവായിക്കൊണ്ട് ഇപ്പം മീൽസിൻ്റെ സമയത്ത് കൂടുതലായിട്ട് തൈര് കഴിക്കുക. അതോടൊപ്പം തന്നെ തേനിലുള്ള തേൻ നെല്ലിക്ക നിർബന്ധമായിട്ടും വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ വളരെ വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം വാങ്ങേണ്ടതാണ്. കാരണം അത് ഷുഗർ വരുമ്പോൾ അത് ഓപ്പോസിറ്റ് റിയാക്ഷനാണ് കിട്ടുക. പിന്നീടുള്ളൊരു കാര്യമാണ് ഗുൽക്കന്ത് എന്ന് പറയുന്നത്, അതായത് തേനിൽ തന്നെ സൂക്ഷിക്കുന്ന റോസ്. ഈ 3 കാര്യങ്ങളും ബോഡിയുടെ ഈ പറഞ്ഞ ഒരു 1 ടീസ്പൂൺ മോർണിംഗ് നൈറ്റും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ചൂട് കുറക്കാൻ വളരെയധികം സഹായകരമാണ്. നമ്മൾ അറിയാതെ തന്നെ ബോഡി ഇതിൻ്റെ ചൂട് കൊണ്ട് കംപ്ലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്താണ്? നമുക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഹെയർ ലോസ്, നേരത്തെ പറഞ്ഞ പോലെ സ്മെല്ല്, ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ കമ്മ്യൂണിക്കേഷന് വളരെയധികം പ്രയാസമാവും. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ, കാരണം അത് വളരെ ഗുരുതരമായ വിഷയമാണ്. കാരണം നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം, കാരണം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് CBSE ഞാൻ പല വീഡിയോകളും പറയുന്നതാണത്, ജങ്ക് ഫുഡുകൾ സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്താണ്? ഒബേസിറ്റിയും ഈ പറഞ്ഞ ലിവർ ഡിസീസും കൂടുതലായിട്ട് കണ്ടതുകൊണ്ടാണ്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളിത് കെയർ ചെയ്യാതെ പോവുകയാണെങ്കിൽ ഇത് ഡയബറ്റിക്കിനും അതുപോലെ ഫാറ്റി ലിവറിനും കാരണമായി മാറാറുണ്ട്. അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളും അതുപോലെ മക്കളിലും കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വളരെയധികം സഹായിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് കാണാം. നന്ദി.